ഓണസദ്യയിലെ വേറിട്ട രുചിവൈവിധ്യമാണ് കായവറവ്. സ്വർണ്ണ നിറത്തിലുള്ള കായവറവില്ലാതെ ഒരു സദ്യയും പൂർണ്ണമാകില്ല. ഓണാഘോഷത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് സമൃദ്ധിയുടെ ഓണസദ്യയും അതിലെ വൈവിധ്യവും തന്നെയാണ്. വ്യത്യസ്തങ്ങളായ വിഭവങ്ങളുമായി ഓണസദ്യ വിളമ്പുമ്പോൾ വാഴയിലയിൽ ആദ്യം സ്ഥാനം പിടിക്കുന്നത് കായവറവാണ്. സ്വർണ്ണവർണ്ണ നിറമുള്ള കായവറവില്ലാതെ മലയാളികളുടെ ഓണാഘോഷം പൂർണ്ണമാകാറില്ല. പഴുത്തതും പഴുക്കാത്തതുമായ കായ, അതാണ് കായവറവിന് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയിൽ അങ്ങനെ വറുത്തു കോരുമ്പോൾ കായവറവിൻ്റെ ആ മണവും രുചിയും അതൊന്ന് വേറെ തന്നെയാണ്. വിപണിയിൽ പലതരത്തിലുള്ള ചിപ്സുകൾ ലഭ്യമാണെങ്കിലും ഓണസദ്യയിലെ കായവറവിൻ്റെ പ്രാധാന്യം അതൊന്ന് വേറെ തന്നെയാണ്. സാധാരണ ഓണ ദിവസങ്ങൾ അടുക്കുമ്പോൾ കായവറവിൻ്റെ വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാറുണ്ട്. സാധാരണ കൂടുക തന്നെയാണ് കായവറവിൻ്റെ വില ഉണ്ടാകാറുള്ളത്. അപ്പം എങ്ങനെയാണ് ഇത്തവണ വിപണിയിൽ കായവറവിൻ്റെ വില എന്നുള്ളത് നമുക്ക് ഇവിടുത്തെ തൊഴിലാളികളോട് തന്നെ ചോദിച്ചറിയാം. കായവറവിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വിലയിൽ. അതിപ്പോൾ ഇപ്രാവശ്യം 600 രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. കഴിഞ്ഞ കൊല്ലത്തേക്കാളും ഇരട്ടിയാണ്. ഇനിയിപ്പോൾ ഓണം അടുക്കും തോറും വീണ്ടും വില വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടോ? നമ്മളിപ്പോൾ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇതിൽ തന്നെ നിൽക്കുന്നത്. സാധാ വറവുണ്ട്, 4 വറവുണ്ട്, രണ്ടിനും ഒരേ വില തന്നെയാണ്. എങ്ങനെയാണ് നിലവിലെ കച്ചവടം? പോണ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലെ കച്ചവടം എങ്ങനെയാണ്? കുഴപ്പമില്ല, നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെ വില ഇത്തവണ വർദ്ധിച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ 600 രൂപയിൽ എത്തി നിൽക്കുകയാണ് കായവറവിൻ്റെ വില. ഏതായാലും വിപണി കായവറവ് കൈയടക്കിയെങ്കിലും സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അമ്മമാരും അമ്മാമ്മമാരും ഉണ്ടാക്കുന്ന ആ കായവറവിൻ്റെ രുചി തന്നെയാണ് നമ്മുടെ ഓർമ്മയുടെ ഓണങ്ങളിൽ എപ്പോഴും തങ്ങി നിൽക്കുന്നത്. ഓണ സദ്യയിൽ എല്ലാ വിഭവങ്ങളും ഉണ്ടെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ കായവറവിൻ്റെ രുചിയും മണവും ഇല്ലാതെ, ഒരു പിടി കായ വറുത്തതില്ലാതെ നമ്മുടെ മലയാളികളുടെ ഒരു ഓണാഘോഷവും പൂർണ്ണമാകാറില്ല. ക്യാമറമാൻ ആഷിഖ് വെലൂരിനൊപ്പം ലിറ്റി ജെയ്സൺ, TCV ന്യൂസ്.